ടൈം ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡെന്നോ അതല്ലെങ്കിൽ ഫോട്ടോ വയ്ക്കാനുള്ള സ്റ്റാൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ടേബിൾ ഡെക്കർ ചെയ്താലോ. അപ്പോൾ നമ്മുടെ ടേബിളിലൊക്കെ ക്യൂട്ടായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ ഡെക്കറാണേ. അപ്പോൾ നമ്മളിതാ എയർ ഡ്രൈ ക്ലേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഇതാ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രോസസ്സാണ് നല്ല രസമായിട്ട് തോന്നിയിട്ട് കേട്ടോ. നല്ല ഉണ്ട പരിവായി കഴിഞ്ഞാൽ ഇതുപോലെ അതിനെ ഹാഫായിട്ട് ഒന്നിങ്ങനെ മുറിച്ചെടുക്കണം. നമ്മുടെ മുട്ടയൊക്കെ മുറിക്കുന്ന പോലെ അങ്ങനെ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോണിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കുറേ സാറ്റിസ്ഫാക്ഷൻ വീഡിയോസ് കാണാറില്ല. ഇത് അതുപോലെ ഒരു ഫീലാണ് കേട്ടോ അതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഒരു എഗ് ഷേപ്പിലുള്ള സ്റ്റാൻഡാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു ഹാഫ് മാത്രം മതി. പിന്നെ എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് മുന്നേ നമുക്ക് ആവശ്യമുള്ള കാര്യപരിപാടികളൊക്കെ പെട്ടെന്ന് അങ്ങനെ ചെയ്തേക്കണം. അപ്പോൾ ഇതിൻ്റെ തലഭാഗത്ത് അതുപോലെ ഹെഡിൻ്റെ പോർഷൻ്റെ നമ്മളിതാ ഒരു കുഴി പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ സ്ലോട്ടിലാണ് കേട്ടോ നമുക്ക് ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത്. പിന്നെ ഇതിന് രണ്ട് കുഞ്ഞൻ കാല് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാനിതാ ഒരു കുഞ്ഞ് കാല് ഇതുപോലെ ഷൂ ഇട്ട കാല് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആകെ ബാക്കിയുള്ളത് പെയിൻറ്റിങ് പണി മാത്രമാണ്. അപ്പോൾ അതൊക്കെ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ വൈറ്റ് കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞക്കുരു പോലെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും പിന്നെ ഒരു കുഞ്ഞ് കണ്ണും വായൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ കളർ ഷൂസ് റെഡിയായി. ഇപ്പോൾ ഇതാ എൻ്റെ ഒരു ഡെക്കർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി, ഇതങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാലും സാരില്ല, നമ്മുടെ കാർഡൊക്കെ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.